കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ മാറ്റാൻ കോൺഗ്രസുകാർ തന്നെ രംഗത്തെത്തിയത് വിവാദമാവുന്നു. അതേസമയം അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ തന്നെ കൃത്രിമ മാർഗങ്ങളിലൂടെ പുറത്താക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുകയാണെന്ന ആരോപണവുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികല മോഹൻ വീണ്ടും രംഗത്ത് വന്നു. പ്രശ്നമല്ല, അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മാറുക എന്നുള്ളതാണ് അവരുടെ ഗൂഢമായ ലക്ഷ്യം. അത് ഫലപ്രാപ്തിയിൽ എത്താൻ വേണ്ടി ഇനിയും ഇപ്പം കുറച്ച് ദിവസങ്ങൾ കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയങ്ങളിലൊക്കെ തന്നെ ഇതിനേക്കാൾ അപ്പുറം പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. എനിക്കെതിരെ അവർ ഒരുപാട് ഗൂഢനീക്കങ്ങൾ ഉണ്ടാക്കും. എങ്കിൽ മാത്രമേ ജനങ്ങളുടെ മുമ്പിൽ എന്നെ മോശമായി ചിത്രീകരിക്കാൻ അവർക്ക് കഴിയത്തുള്ളൂ. അതിന് ആവുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ്. അവരുടെ ചില ലക്ഷ്യങ്ങളുണ്ടല്ലോ, അതിനൊരു ഫലപ്രാപ്തി ഉണ്ടാകുന്നതിന് വേണ്ടി ആളുകളുടെ ഇടയിൽ ഇത്തിരി കൂടുതൽ വിഷയങ്ങളാണ് തലവൂർ പഞ്ചായത്തിൽ എന്നറിയിക്കുന്നതിന് വേണ്ടിയായിരിക്കാം പോയത്. ഇപ്രാവശ്യം അവർക്ക് കൊടുത്ത ഫണ്ടുകൾ പോലും വിനിയോഗിക്കാതെ ഈ പഞ്ചായത്തിലെ പദ്ധതി ചെലവ് കുറയ്ക്കാനുള്ള ഗൂഢമായിട്ടുള്ള ശ്രമം നടന്നിരുന്നു. പശ്ചാത്തല മേഖലയിൽ ഒരു വാർഡ് മാത്രമേ ഉള്ളൂ റോഡ് ചെയ്യാതിരുന്നത്. അത് മഞ്ഞക്കാല വാർഡിലാണ്. 4 ലക്ഷം രൂപ കൊടുത്തതിൽ 1 രൂപ പോലും ചെലവഴിച്ചില്ല. ഈ മോശമായിട്ട് ചിത്രീകരിച്ചെങ്കിൽ മാത്രമേ ജനങ്ങൾ കൂടി വെറുക്കത്തുള്ളൂ. ഇപ്പോൾ ജനങ്ങൾ എന്നെ വെറുത്തിട്ടില്ല, ഈ പഞ്ചായത്ത് മെമ്പർമാർ മാത്രമേ എന്നെ എതിർത്തിട്ടുള്ളൂ. ജനങ്ങൾ കൂടി എന്നെ വെറുക്കണമെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ മോശം. ഇപ്പോൾ അവർക്ക് എന്റെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കാനില്ലല്ലോ. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ ഉണ്ടാക്കി ഇതിനൊരു ശക്തി പകരുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇതിനായി ജില്ലാ കളക്ടറെ കണ്ട് അനുമതി വാങ്ങിയിട്ടുണ്ടെന്നും ശശികല മോഹൻ പറഞ്ഞു. കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വ്യാഴാഴ്ച തഹസിൽദാരെ കാണാൻ പോയത് ജനമധ്യത്തിൽ തന്നെ അപകീർത്തിപ്പെടുത്താനാണെന്നും ശശികല മോഹൻ പറഞ്ഞു. കോൺഗ്രസിലെ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഇവർ ഉയർത്തിയത്. എന്നാൽ പറങ്കിമാമുകൾ വാർഡ് മെമ്പറും കോൺഗ്രസ് പ്രതിനിധിയുമായ കെ ഡാനിയൽ ശശികല മോഹനെ പിന്തുണച്ച് രംഗത്ത് വന്നത് ശ്രദ്ധേയമായി. ഈ പുതിയ ഭരണസമിതിയുടെ ആരംഭം മുതൽ ഒരുപറ്റം കോൺഗ്രസ്സുകാർ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ തലത്തിലും പ്രസിഡന്റിനെ മാറ്റുന്നതിനുള്ള ഒരു തീരുമാനത്തിൻ്റെ വക്കിലെത്തി ഇരിക്കുകയാണ്. ഇവർ വക്രബുദ്ധി ഉപയോഗിച്ച് പ്രസിഡന്റിനെ അലട്ടി സ്വയം രാജിവെപ്പിക്കുന്ന ഒരു തന്ത്രവുമായിട്ടാണ് ഇവർ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ നിലവിലുള്ള പ്രസിഡന്റ് ആജ്ഞാവർത്തി ആകാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു തരത്തിലുള്ള അഴിമതിക്കും കൂട്ടുനിൽക്കുന്നില്ല. ഇതൊക്കെയാണ് ഇതിനകത്ത്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അദ്ദേഹം രൂക്ഷമായ വിമർശനം ഉയർത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.